എൻ്റെ കുഞ്ഞി പെണ്ണിൻ്റെ കുഞ്ഞി പാട്ട് ഒരു നല്ലൊരു നാടൻ കോഴിയുടെ റെസിപ്പിയും കൂടെ നമുക്ക് നോക്കിയാലോ. എന്നാൽ പോകാം വീടിലേക്ക്. നാടൻ കോഴി കേട്ടോ, ഏകദേശം ഒരു 2 kg കാണും. പിടക്കോഴിയാണ് കേട്ടോ, അതിലുള്ള മുട്ടയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കറിയൊക്കെ ഒന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഏകദേശം 4 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും, കുഞ്ഞുള്ളി ഏകദേശം ഒരു ബൗള് കുഞ്ഞുള്ളി കാണും. കുഞ്ഞുള്ളിയാണ് കേട്ടോ അതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ പിന്നെ കുഞ്ഞുള്ളി ഇത്തിരി തോനെ ഇട്ടിട്ടുണ്ട്. അത് മുഴുവനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്ത് വെക്കണം. അതെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് ഉരുളി എടുത്തിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് പച്ചമണവും മാറ്റണം. എന്നിട്ട് നമുക്ക് സവാളയും കൊച്ചുള്ളി ഇട്ടൊന്ന് വരട്ടിയെടുക്കാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വരട്ടിയെടുത്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് വരട്ടിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വരട്ടിയെടുക്കാം. ഇത് ഉള്ളിക്കും പിന്നെ നമ്മുടെ ചിക്കനും കൂടെ ചേർക്കാനുള്ള ഉപ്പ് ഞാനിപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വരട്ടിയെടുക്കാം. വരട്ടി അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ചേർക്കേണ്ട മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനങ്ങനെ പൊടിച്ച് വെക്കാറില്ല. എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രമേ ഞാൻ ഇതൊക്കെ പൊടിച്ചെടുക്കത്തുള്ളൂ. അതിനകത്തോട്ട് നമുക്കിപ്പോൾ ഇടാനുള്ള മസാലകളാണ് ജീരകം, ഏലക്ക, കുരുമുളക്, പിന്നെ ഗ്രാമ്പു, പട്ട, പിന്നെ ബേ ലീഫ്. ആവശ്യത്തിന് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ആദ്യം ഈ മസാല എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ പിന്നെ അതിനകത്തുള്ള വേണ്ടുന്ന പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തും ചേർക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ അല്ലാതെ വരട്ടുമ്പോഴും ഉള്ളി വരട്ടുന്നതിനകത്തും ചേർക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ചേർത്ത് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ തീ വിട്ട് വേണം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പൊടിയെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ അതെല്ലാം ചൂടാക്കി തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും. നമ്മൾ ഫ്രഷായിട്ട് മസാല ചേർക്കുമ്പം അതിനകത്തൊരു പ്രത്യേക മണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം മസാല പൊടിച്ച് വെക്കുന്നതും ഇങ്ങനെ ഫ്രഷായിട്ട് പെട്ടെന്ന് തന്നെ പൊടിച്ചിടുന്നതും രണ്ടും നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ അതെല്ലാം പൊടിച്ചെടുത്തിട്ട് ഇപ്പം നമ്മൾ ആവശ്യത്തിലേറെ കറിവേപ്പില ഇടുന്നത്. എനിക്കിവിടെ കറിവേപ്പില കിട്ടുന്നതുകൊണ്ട് കേട്ടോ, ആവശ്യമുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടിന് ഏകദേശം ഒരു 3-4 സ്പൂൺ ഞാനിപ്പോൾ ഉള്ളി വരട്ടിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. ഇപ്പോൾ കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് മുളക് പൊടി ഒരുപാടങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കരിഞ്ഞു പോവും. അതിനകത്തോട്ട് ഞാനിപ്പം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് പുരട്ടി കൈകൊണ്ട് ഞെവിടി പുരട്ടിയിട്ട് കുക്കറിലിട്ട് നമുക്കൊരു 3-4 വിസിലടിക്കണം. ഓരോ ചിക്കനും വേവ് കൂടുതലായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 5 വിസിലടിച്ച് കാണും. 6ാമത്തെ വിസിലടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി. ആ വെന്ത സ്റ്റോക്കിലേക്ക് ഞാൻ കുറച്ച് ബാക്കി വന്ന ആ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പും കൂടെ ഒക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിനി ചിക്കൻ നിട്ടിടാം. അപ്പം ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ബാക്കിയിരുന്ന മസാലയ്ക്കകത്താട്ടോ അതെല്ലാം ചെയ്യുന്നത്. അതും കൂടെ തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിലേറെ കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചായിരുന്നു. അതും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഇന്ന് നൈറ്റ് ഫുഡ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ടാറ്റാ.